ചെണ്ടുമല്ലി കൃഷിയിലൂടെ ക്ഷേത്രാങ്കണത്ത് വർണ്ണവിസ്മയം സൃഷ്ടിക്കുകയാണ് വിന്റേജ് മാണിയാട്ട്. ഓണത്തിന് മുന്നോടിയായാണ് ഇവർ പ്രദേശത്ത് ചെണ്ടുമല്ലി കൃഷി ചെയ്തത്. വിന്റേജ് ചിത്രങ്ങളുടെ ശേഖരം പോലെ മനോഹരമായാണ് ചെണ്ടുമല്ലി പൂന്തോട്ടം ഒരുക്കിയത്. എവിടെയോ കേട്ടുമറന്ന സുന്ദരമായ കവിതയുടെ പ്രതീതിയാണ് ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് അനുഭവപ്പെട്ടത്. 15 പേർ അടങ്ങുന്ന ഒരു സൊസൈറ്റി ആണ് ഈ പൂക്കൃഷിയുമായി ബന്ധപ്പെട്ട് മുച്ചിലോട്ട് ദേവസ്വം കമ്മിറ്റിയെ സമീപിക്കുകയും ഈ മുച്ചിലോട്ടിന്റെ ഉടമസ്ഥതയുള്ള സ്ഥലത്ത് വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് ചെടി നട്ടു വളർത്താനുള്ള ഒരു അനുവാദം ലഭിക്കുകയും അതിന്റെ ഫലമായി ഞങ്ങളുടെ ഈ 15 പേരുടെ കൂട്ടായ്മ പല വ്യത്യസ്ത മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ വ്യാപാരികളും മറ്റ് ഇതര ജോലിയൊക്കെ ചെയ്യുന്നവരാണ് ഈ സംഘത്തിനകത്തുള്ളത്, ഈ സൊസൈറ്റിക്കകത്തുള്ളത്. അപ്പോൾ അവരുടെ ഈ രാവിലത്തെ നല്ല രീതിയിലൊരു പ്രയത്നമാണ് നമുക്ക് ഈ ഇത്രയും നല്ല രീതിയിലൊരു പൂക്കൃഷി നമുക്ക് നടത്താൻ സാധിച്ചത്. ഇവിടെ ഒരു കല്യാണം നടക്കുന്നു, അതുപോലെ കുടികൂടലൊക്കെ നടക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ കാണുമ്പോൾ നമ്മൾ ഈ ചെയ്ത ആ ഒരു പ്രയത്നം ഞാൻ എന്റെ മെമ്പർമാരോടൊക്കെ വിളിച്ച് പറയുകയുണ്ടായി. വളരെ സന്തോഷകരമായി തോന്നി ആ ഒരു കാര്യങ്ങൾ. വിവിധ നിറത്തിലുള്ള പൂക്കൾ ഒരേ തോട്ടത്തിൽ വിരിഞ്ഞത് ഒരു ചിത്രകാരൻ തന്റെ ക്യാൻവാസിൽ പല വർണ്ണങ്ങൾ സമന്വയിപ്പിച്ചതിന്റെ പ്രതീതിയും ജനിപ്പിച്ചു. പാറിപ്പറക്കുന്ന ചിത്രശലഭങ്ങൾ പൂക്കളുടെ തേൻ നുകരാൻ വന്നതും നയന മനോഹരമായ വിരുന്നായി മാറി. നാടൻ പൂക്കളുടെ ദൗർലഭ്യം ഓണപ്പൂക്കളത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിൽ പൂക്കൾക്കായി അന്യ സംസ്ഥാനത്തെ പൂക്കച്ചവടക്കാരെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ്. മാത്രമല്ല സീസൺ മുതലാക്കി വലിയ തുകയും നൽകേണ്ടി വരുന്നു. നാട്ടുകാർക്ക് പൂക്കളത്തിൽ കൈപൊള്ളാതെ ഓണം സമൃദ്ധമായി ആഘോഷിക്കുന്നതിനായി ഈ വർഷം വിന്റേജ് മാണിയാട്ടിന്റെ ആഭിമുഖ്യത്തിൽ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത്. മാണിയാട്ട് പ്രദേശത്തെ വളരെ ചെറിയൊരു കൂട്ടായ്മയാണ് ഈ വിന്റേജ് മാണിയാട്ട്. വളരെ ചെറിയൊരു കാലയളവിൽ തന്നെ നമുക്ക് ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് നാട്ടുകാരുടെ പൂർണ്ണ സഹകരണമാണ് ഇത്തരത്തിലൊരു ഉദ്യമം നമ്മൾ ഏറ്റെടുത്ത് നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനമായി മുമ്പോട്ട് വന്നത്. അത് ഇന്നത്തെ വെച്ച് നോക്കുമ്പോൾ വലിയ രീതിയിലൊക്കെ നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വളരെയധികം പ്രയത്നങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടായിട്ടുണ്ട്. വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് കൃഷി. പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ ചെണ്ടുമല്ലി കൃഷി ശക്തമായ മഴയുടെ വെള്ളക്കെട്ടിൽ നശിച്ചു പോകുമെന്ന ഘട്ടത്തിൽ നിന്നും അതിജീവിച്ച് പൂക്കളുടെ വസന്തം സൃഷ്ടിച്ചിരിക്കുകയാണ്. വിന്റേജ് മാണിയാട്ട് സൗഹൃദം കൂട്ടായ്മ ചന്ദര ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം അങ്കണത്തിൽ ഓണവിപണി ലക്ഷ്യമാക്കി നട്ടുവളർത്തിയ ചെണ്ടുമല്ലി പൂക്കളുടെ വിളവെടുപ്പ് റെഡിയായി നിൽക്കുന്നു. ചെറിയ പ്രായക്കാർ മുതൽ മുതിർന്ന വരെയുള്ള 15 ആൾക്കാർ അടങ്ങിയ ഒരു കൂട്ടായ്മയാണ്. നമ്മൾ വിവിധ ജോലികൾ ഏർപ്പെടുന്നതാണ്. രാവിലെയും വൈകുന്നേരവും നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയതിന് ഫലമായിട്ടാണ് നമുക്കിത് ഇത്തരം വിളവെടുപ്പ് കിട്ടിയത്. ഈ നയനമനോഹരമായ പൂന്തോട്ടത്തിലേക്ക് ചിത്രശലഭങ്ങളും വണ്ടുകളും കൂട്ടമായി വന്ന് പരാഗണം നടത്തുന്നുമുണ്ട്. ജില്ലയുടെ നാനാഭാഗത്തു നിന്നും ഈ സൗന്ദര്യം ആസ്വദിക്കുവാനും നിരവധി പേർ ഇവിടെ ദിനംപ്രതി എത്തിച്ചേരുന്നു. ഫസ്റ്റ് വൺ ന്യൂസ്, പയ്യന്നൂർ.